ഭഗവാനെ അകമൊഴിഞ്ഞ് ഭജിക്കുന്ന ഏതൊരു ഭക്തനെയും ഭഗവാൻ ഒരിക്കലും കൈവിടില്ല. എന്തു തന്നെ ശക്തി നമ്മളെ പരാജയപ്പെടുത്താൻ വന്നാലും ഭഗവാൻ അതിൽ നിന്നൊക്കെ നമ്മളെ സംരക്ഷിച്ചു നിർത്തും. ആ പ്രളയകാലത്ത് ആളിലയിലിരുന്ന് ആ ഓടക്കുഴൽ വിളിക്കുന്ന കണ്ണനായിട്ടിരുന്ന ആ ഭഗവാൻ തന്നെയാണ് എല്ലാവരെയും സംരക്ഷിച്ചു നിർത്തും. കൂടാതെ ആരെയെങ്കിലും നമ്മൾ പ്രയാസപ്പെടുത്തിയാൽ അവിടെ തന്നെ നമ്മൾ ക്ഷമ പറയണം. അല്ലാതെ നമ്മൾ ദേവാലയങ്ങളിലൊക്കെ ചെന്ന് ഓരോരോ ദേവന്മാരെ നമ്മൾ ചെന്ന് ആശ്രയിച്ചാലും നമ്മളൊരാളെ ഉപദ്രവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തന്നെ മാപ്പ് പറയണമെന്നാണ്. അവിടെ തന്നെ നമ്മൾ ക്ഷമ ചോദിക്കേണ്ടി വരും. അല്ലാതെ നമ്മൾ ദേവാലയങ്ങളിൽ പോയി പരിഹാരങ്ങൾ ചെയ്യുക, ഭഗവാന് പായസമൊക്കെ കഴിക്കാം, ആരെങ്കിലും അപമാനിക്കുക, ആരെങ്കിലും സങ്കടപ്പെടുത്തുക, നമ്മളുടെ കഴിവ് നമുക്ക് ശക്തിയൊക്കെ ഉണ്ടാകുമ്പം ശക്തിയില്ലാത്തവനെ എന്ന് തോന്നിയിട്ട് അയാളെ പ്രയാസപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അയാളെ തന്നെ ക്ഷമ ചോദിക്കുക, അയാളെ തന്നെ സമീപിക്കേണ്ടി വരും. അല്ലാതെ നമ്മൾ എവിടെ ചെന്നാലും ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് കിട്ടില്ല.